ഒരു ലെയേർഡ് സ്ട്രക്ചറിലാണ് കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ അഥവാ സെക്ഷൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ പാരന്റ്സ് നൽകേണ്ടത്. അതായത് ബോഡി നോളജ് ടു ഇമോഷണൽ സേഫ്റ്റി, കൺസെന്റ് ആൻഡ് റിലേഷൻഷിപ്പ്. ഇങ്ങനെ പൊതുവിൽ എല്ലാവരും കരുതുന്ന പ്രായപരിധിയേക്കാൾ എത്രയോ മുമ്പ് തന്നെ കുട്ടികൾക്ക് സെക്ഷൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ അഥവാ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. 2 മുതൽ 4 വയസ്സ് വരെയുള്ള പ്രായപരിധിയിലുള്ള കുട്ടികളെയാണ്, ആ കുട്ടികളുടെ കാലഘട്ടത്തെയാണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഈ ഏർലി ചൈൽഡ്ഹുഡ് ഘട്ടത്തിലാണ് നമ്മൾ കുട്ടികൾക്ക് അവരുടെ ബോഡി പാർട്സിനെ പറ്റിയിട്ട് ബോധവൽക്കരണം നൽകേണ്ടത്. ഓരോ ബോഡി പാർട്സും വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും നമുക്കത് സ്പെഷ്യൽ ആണെന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്സ് ഏതൊക്കെയാണെന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. പ്രാദേശികമായി പറയുന്ന പേരുകൾക്കപ്പുറം എന്താണ് ശാസ്ത്രീയമായിട്ട് സയന്റിഫിക് ആയിട്ട് പൊതുവിൽ ഉള്ള ഒരു പേര് എന്നുള്ളത് ഓരോ ബോഡി പാർട്സിനും എന്താണ് പറയുന്നതെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരാളെ ഹഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഒന്ന് കിസ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് കംഫർട്ടബിൾ ആവുന്നതും കംഫർട്ടബിൾ അല്ലാത്തതും തിരിച്ചറിയാനും നമുക്ക് ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ 2 മുതൽ 4 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾക്ക് മനസ്സിലായി കഴിഞ്ഞു അവർക്ക് ഉള്ള ബോഡി പാർട്സിന്റെ പേര് എന്തൊക്കെയാണ്, ഏതൊക്കെ പാർട്സ് ആണ് പ്രൈവറ്റ് ആയിട്ടുള്ള ബോഡി പാർട്സ്, മറ്റൊരാളുടെ ടച്ച് അല്ലെങ്കിൽ അവർ മറ്റൊരാളോട് ചെയ്യുന്ന ടച്ച് കംഫർട്ടബിൾ ആണോ കംഫർട്ടബിൾ അല്ലേ എന്ന് ചിന്തിക്കാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നോളജ്. ഇത്രയും കാര്യങ്ങൾ 2 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടതാണ്. 5 വയസ്സ് മുതൽ 7 വയസ്സ് വരെ പ്രായപരിധിയിലുള്ള കുട്ടികളെ എന്താ നമ്മൾ പറയുന്നത്, ഏർലി സ്കൂൾ പീരീഡ് ആണ് അല്ലെ. അപ്പോൾ ഈ ഒരു പ്രായപരിധിയിലാണ് കുട്ടികളോട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഒരാളെ ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹഗ് ചെയ്യുമ്പോൾ ആ ആളുടെ കൺസെന്റ് ചോദിക്കുക. അതായത് നിന്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയോട് ഒരു ഫിസിക്കൽ ടച്ച് നമ്മൾ ചെയ്യുമ്പോൾ ആ കുട്ടിയോട് കൺസെന്റ് ചോദിച്ചതിന് ശേഷം നീ ഹഗ് ചെയ്യുക അല്ലെങ്കിൽ കിസ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരാള് നിന്നോട് ഏതെങ്കിലും തരത്തിൽ ഹഗ് ചെയ്യാനോ കിസ് ചെയ്യാനോ ഏതെങ്കിലും സ്നേഹപ്രകടനങ്ങൾക്ക് വരുമ്പോൾ അവിടെയും നിന്റെ കൺസെന്റ് നീ ഉറപ്പാക്കണം എന്നുള്ള കാര്യം ആ കുട്ടിയോട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും കൺസെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ദാറ്റ് ഇസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പുള്ള ഏർലി ചൈൽഡ്ഹുഡിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ബോഡി പാർട്സിന്റെ നെയിംസും പ്രൈവറ്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് കുട്ടികൾക്കൊന്ന് റീകോൾ ചെയ്ത് കൊടുക്കാൻ കൂടി ഈ ഒരു സമയത്ത് പാരന്റ്സിന് സമയവും സാഹചര്യവും താല്പര്യവും ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു പ്രായത്തിലായിരിക്കും കുട്ടികൾ കൂടുതലും അമ്മയോടും അച്ഛനോടും ഞാൻ എങ്ങനെയാണ് ജനിച്ചത് എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അവർക്ക് അത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുക. അതിന് ഏറ്റവും മനോഹരമായ വാക്കുകളിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഒരുപാട് വിശദാംശങ്ങളിലേക്ക് കടക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ അവർക്ക്. അതുകൊണ്ട് ബേസിക് ആയിട്ട് ജെനുവിൻ ആയിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. 8 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവരെയാണ് നമ്മൾ പ്രീ ടീൻസ് എന്ന് പറയുന്നത്. ഈ ഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂട്ടുകാരിൽ നിന്നും മറ്റുള്ള മീഡിയകളിൽ നിന്നുമൊക്കെ ഇതിനെപ്പറ്റി അറിവുകൾ ശേഖരിച്ചു തുടങ്ങുന്ന ഒരു പ്രായം കൂടിയാണിത്. നമ്മൾ ഏറ്റവും ഗൗരവകരമായി കണക്കാക്കേണ്ട ഒരു പ്രായം കൂടിയാണിത്. ഈ ഒരു പ്രായത്തിൽ നമുക്ക് പ്യൂബർട്ടിയുടെ ഏർലി സ്റ്റേജസ് കാണാൻ പറ്റും. കുട്ടികൾക്ക് ചെറിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ട് ഇമോഷണൽ ചേഞ്ചസ് ഒരുപാട് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം ഹോർമോൺ ചേഞ്ചസ് എന്തൊക്കെയാണെന്നും ശാരീരികമായിട്ട് നിങ്ങൾക്ക് വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചെറിയ രീതിയിൽ മൂഡ് സ്വിങ്സ് വരുന്നത്, ചില സമയത്ത് റിബലായി പെരുമാറുന്നത്, ചില സമയത്ത് വളരെയധികം ഡെസ്പായി പോകുന്നത്, വിത്തൗട്ട് എനി റീസൺ പറയാനാകാത്ത വിഷമം വരുന്നത് എന്തുകൊണ്ടാണ്, ഇതൊക്കെ വളരെ നോർമലാണ്. ഈ ഒരു പ്രീ ടീൻ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാകും എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഹൈജീൻ, കുട്ടികൾക്ക് അവരുടെ പ്രൈവറ്റ് പാർട്സ് എത്രത്തോളം വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളതും പ്രൈവറ്റ് പാർട്സ് മാത്രമല്ല ശരീരം മുഴുവനും വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ അനിവാര്യതയെ പറ്റി പറഞ്ഞു കൊടുക്കുക. ഫിസിക്കൽ ഹൈജീൻ പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മെന്റൽ ഹൈജീനെ കുറിച്ചും അവർക്ക് പറഞ്ഞു കൊടുക്കുക. തെറ്റായ ചതിക്കുഴികളിൽ പോയി ചാടാതെ ഇരിക്കാനും കൂട്ടുകാരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ തെറ്റായ വിവരങ്ങൾ നേടാതെ ഇരിക്കാനും വളരെ സുതാര്യമായിട്ട് മാതാപിതാക്കളോട് സംസാരിക്കാനും ഇത്തരത്തിലുള്ള മെന്റൽ ഹൈജീൻ സംഭാഷണങ്ങൾ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും കിട്ടാവുന്ന ഫോൾസ് ഇൻഫോർമേഷനെ കുറിച്ച് അവർക്കൊരു അവയർനെസ് കൊടുക്കാം.
നമുക്ക് എക്സാമ്പിൾസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾ ഓരോരുത്തരുടെയും ചിന്തയിൽ വരുന്ന ഏത് എക്സാമ്പിളും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങളുടെ കുട്ടിക്ക് അവന്റെ അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരൻ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു തന്നാൽ അത് തെറ്റാണെന്നും അതിന്റെ ശരിയായ വശം ഇതാണെന്നും പറഞ്ഞു കൊടുക്കാം. ഇനി അതിന്റെ ശരിയായ വശം പറഞ്ഞു കൊടുക്കാൻ അതിനുള്ള പ്രായം എത്തിയില്ലെന്ന് തോന്നിയാൽ പറഞ്ഞു കൊടുക്കാം. കുറച്ചുകൂടി വലുതായിട്ട് നിനക്ക് ഞാൻ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരാം. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ എന്റർടൈൻ ചെയ്യണ്ട എന്നുള്ള ഒരു മാർഗനിർദ്ദേശം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും. അടുത്ത ഏജ് ഗ്രൂപ്പ് 11 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അപ്പൊ പ്രീ ടീൻസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഈ ഒരു ഏജ് ഗ്രൂപ്പ് 11 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഏർലി ടീൻസ് എന്ന് പറയുന്നത്. കുട്ടികളുടെ ശരീരത്ത് ബോഡി ഹെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പൊ കുട്ടികൾക്ക് അത് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാം. അത് വരുന്നതിന് മുമ്പേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, നിനക്ക് ഈ ഒരു പ്രായം എത്തുമ്പോൾ ബോഡി ഹെയർ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതും അത് നോർമൽ ആണെന്നും എങ്ങനെയാണ് അത് വൃത്തിയായി സൂക്ഷിക്കേണ്ടതെന്നും റിമൂവ് ചെയ്യേണ്ടതും എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാം. ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഞങ്ങളൊക്കെ എങ്ങനെയോ ഇതൊക്കെ പഠിച്ചു വന്നു, അതുകൊണ്ട് കുട്ടികളും എങ്ങനെയൊക്കെ പഠിക്കും. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് നാണക്കേടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇത്രയധികം വിദ്യാഭ്യാസമുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം കൊണ്ടും നമ്മൾ ബ്ലെസ്ഡ് ആണ്. നമുക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും അറിവ് കിട്ടാനുള്ള വഴികളും ഉണ്ട്. നമ്മൾ ധൈര്യപൂർവ്വം നമ്മളുടെ മക്കളോട് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആരോടാണ് സംസാരിക്കുന്നത്? അതുകൊണ്ട് കുട്ടികളോട് ഇതിനെപ്പറ്റി സംസാരിക്കുക. അതുപോലെ തന്നെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങളുടെ ഒരു കാലഘട്ടം കൂടിയാണത്. ചെറിയ ചെറിയ ആഗ്രഹങ്ങളും ഓപ്പോസിറ്റ് സെക്സിലുള്ള കുട്ടികളോട് തോന്നുന്ന ഒരു ആകർഷണവും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ പറ്റിയിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയോട് സംസാരിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് മാറിയ ഭക്ഷണ രീതികൾ കൊണ്ടോ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കൊണ്ടോ ജീവിത ശൈലിയുടെ വ്യത്യാസങ്ങൾ കൊണ്ടാണെന്നോ അറിയില്ല, കുട്ടികൾക്ക് ഏർലി മെൻസ്ട്രുവേഷൻ കാണപ്പെടാറുണ്ട്. അതായത് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഇപ്പോൾ മെൻസ്ട്രുവേഷൻ കാണപ്പെടുന്നത് വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ്. അപ്പൊ കുട്ടികൾക്ക് അതിനു മുമ്പ് മെൻസ്ട്രുവേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് കൊടുത്തു വെക്കാം. ഈ ഒരു പ്രീ ടീൻ കാലഘട്ടത്തിൽ ഉറപ്പായിട്ടും 100% അവർ അറിഞ്ഞിരിക്കണം എന്താണ് മെൻസ്ട്രുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും അത് മാനേജ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്താണ് മെൻസ്ട്രുവൽ ഹൈജീൻ, ആർത്തവ കാലഘട്ടത്ത് വൃത്തി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ആർത്തവത്തിന്റെ തുടക്കത്തിൽ വളരെ ഇറഗുലർ ആയിരിക്കും ഈ ആർത്തവ ചക്രം എന്ന് പറയുന്നത്. അത് എങ്ങനെ മാനേജ് ചെയ്യാം, മാനസികമായിട്ട് ഇതൊന്നും വലിയ തലവേദനകളായിട്ട് എടുക്കാതെ എങ്ങനെ നമുക്ക് ഇതിൽ കൂടെയൊക്കെ ഗോ ത്രൂ ചെയ്തു പോകാം. ഇത് നമുക്ക് ഉണ്ടാകുന്നത് വളരെ മനോഹരമായിട്ടുള്ളതും വളരെ നാച്ചുറൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് കൂടി കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാ വീടുകളിലും വൈഫൈ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ ആക്സസിബിലിറ്റി വളരെ കൂടുതലാണ്. കുട്ടികൾ പോൺ വീഡിയോസ് കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പാരന്റ്സ് എത്രയൊക്കെ തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ഡിവൈസസ് പരിശോധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും വളരെ ക്ലെവർ ആയിട്ട് ഹൈഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇത്തരം സൈറ്റുകൾ ആക്സസ് ചെയ്യാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ഉണ്ടല്ലേ. അപ്പോൾ കുട്ടികൾക്ക് അതിനെ പറ്റിയും പറഞ്ഞു കൊടുക്കാം. കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ചിത്രീകരിക്കുന്ന ഫോൺ വീഡിയോസിന്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നും അതിൽ കാണുന്നതൊന്നും പൂർണ്ണമായിട്ടും സത്യമല്ലെന്നും അത് കാണാനുള്ള ഒരു പ്രായമല്ല നിങ്ങൾക്കിപ്പോൾ ഉള്ളതെന്നും ഇപ്പോൾ നമ്മൾ പഠിത്തത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നും ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി എന്നൊരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഫോൺ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അത്തരം വീഡിയോസ് കണ്ട് തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് സ്വാംശീകരിക്കുന്നതിലും എത്രയോ നല്ലതാണ് ആദ്യമേ നമുക്ക് പറഞ്ഞു കൊടുത്താൽ ആ ക്യൂരിയോസിറ്റി പോയല്ലോ, ഇന്ന കാര്യങ്ങളാണ് ഫോൺ വീഡിയോസിൽ കാണുന്നത്, അയ്യോ ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞിനോട് ഫോൺ വീഡിയോസിനെ പറ്റി സംസാരിക്കും എന്ന് വിചാരിക്കണ്ട. നാളെ ഒരു അപകടത്തിൽ പോയി പെടുന്നതിനേക്കാളും നല്ലത്, അല്ലെങ്കിൽ ഫോൺ വീഡിയോസ് വളരെ രഹസ്യമായി നിങ്ങളെ പറ്റിച്ച് കാണുന്നതിലും നല്ലത്, അല്ലെങ്കിൽ അത് കാണുന്ന കൂട്ടുകാരിൽ നിന്നും തെറ്റായ ഇൻഫോർമേഷൻസ് കിട്ടി അത് ശരിയാണെന്ന് വിശ്വസിച്ച് വളരുന്നതിലും നല്ലത് നിങ്ങൾ സംസാരിക്കുന്നതല്ലേ. പിയർ പ്രഷർ എന്നൊരു കാര്യം ഇവിടെ ഉണ്ട്. ബോഡി ഷെയ്മിങ്ങും പിയർ പ്രഷറും വളരെയധികം കണക്റ്റഡ് ആണ് അല്ലേ. കൂട്ടുകാരുടെ ശരീരത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വെച്ചിട്ട് മറ്റുള്ള കുട്ടികളുടെ സഹപാഠികളുടെ മാറ്റങ്ങളെ താരതമ്യം ചെയ്യാനും അത് വെച്ചിട്ട് ബോഡി ഷെയ്മിങ് ചെയ്യാനും അതിൽ നിന്നിട്ടൊരു പിയർ പ്രഷർ ഉണ്ടാകാനും കുട്ടികൾ പ്രഷറൈസ്ഡ് ആകാനും ആങ്സൈറ്റി ഉണ്ടാകാനും സ്വന്തമായിട്ട് അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ലെന്നും
മനുഷ്യനുണ്ടായ കാലം തൊട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നും ഇതൊക്കെ നോർമലൈസ് ചെയ്ത് കാണാൻ പഠിക്കണമെന്നും നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ക്ലാസ് റൂമിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ടീച്ചേഴ്സിന് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. വീടുകളിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്താണ് റീപ്രൊഡക്ഷന്റെ ബേസിക്സ് എന്നുള്ളതും എങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽസ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിലുള്ള ഇമോഷണൽ ആസ്പെക്ട്സ്, ഇമോഷണലി അതിലുള്ള കണക്ഷൻ എങ്ങനെയാണ്, അത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എത്രത്തോളം അതിൽ വേരിയേഷൻസ് ഉണ്ട് ആ ഒരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റിന് എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ടീൻ പ്രഗ്നൻസിയെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. കോൺട്രാസെപ്റ്റീവ്സിനെ കുറിച്ചിട്ടും പറഞ്ഞു കൊടുക്കാവുന്നതാണ്. കോൺട്രാസെപ്റ്റീവ്സിനെ കുറിച്ചിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. ടീൻ പ്രഗ്നൻസി എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നു. നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലും കണ്ടുവരുന്നുണ്ട്. പക്ഷേ അതിന്റെ തോത് വളരെയധികം കുറവാണെന്ന് പറയാം. പക്ഷെ ടീൻ പ്രഗ്നൻസിക്കുള്ള സാധ്യതകളുണ്ടെന്നും അത് അങ്ങനെ ഒരു കാര്യത്തിൽ കൂടി കടന്നുപോയാൽ ഉണ്ടായേക്കാവുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ ഒരു പ്രായത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയുണ്ട്. എന്താണ്? STDs, സെക്ഷൽ ഡിസീസസ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെയാണ് എന്തെന്ന് പറയുന്നത് STDs. അപ്പം എന്തൊക്കെയാണ് STDs എന്നുള്ളതും എങ്ങനെയാണ് അവ വ്യാപിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. വീണ്ടും തല കുഞ്ഞ് ആലോചിക്കേണ്ട ഇത്രയും വിവരങ്ങൾ കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്ന്. ഈ ഓരോ പ്രായപരിധി ഞാൻ പറഞ്ഞല്ലോ, ഈ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് നമ്മൾ പറയാതെ തന്നെ ഒരു ഒരു നല്ലൊരു ശതമാനം ഇൻഫോർമേഷൻ അവരുടെ മനസ്സിലുണ്ടാവും. നമ്മൾ ചെയ്യുന്നത് അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് സപ്പോർട്ടീവായിട്ട് നമ്മളിത് സംസാരിക്കുമ്പോൾ, അതായത് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു ക്ലാരിറ്റിയാണ് കിട്ടുന്നത്. അതായത് അവരുടെ മനസ്സിൽ അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മളത് ചേർത്ത് വെച്ച് ഓർഗനൈസ് ചെയ്ത് അവരുടെ റൂം ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നത് പോലെ, ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്നത് പോലെ ഒരു കാര്യമാണ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. നാണക്കേടോ അല്ലെങ്കിൽ ആ കുഞ്ഞ് എങ്ങനെ അത് എടുക്കുമെന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി ഞാൻ പറഞ്ഞു കൊടുത്തത് കൊണ്ട് ആ കുട്ടിക്ക് ഒരു വേറെ രീതിയിൽ പോകും, അങ്ങനെയുള്ള തെറ്റായ ചിന്തകളൊന്നും വേണ്ട. ധൈര്യമായിട്ട് കുട്ടികളോട് ഇരുന്ന് സംസാരിക്കാം. പിന്നെ ഒരു കാര്യം, ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഒരൊറ്റ ഫോഴ്സിൽ എല്ലാം കൂടി അങ്ങ് പറഞ്ഞ് അങ്ങനെയല്ല, വളരെ പ്ലാൻ ചെയ്യുക. ഓരോ വീട്ടിലെയും സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെയും രീതികളൊക്കെ വ്യത്യാസമായിരിക്കും. പാരൻസിന്റെ തിരക്കുകളും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം ചെറിയ രീതിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ആ കുട്ടി ഏറ്റവും സ്വസ്ഥമായിട്ടും ഫ്രീ ആയിട്ടും ഇരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ രീതിയിൽ ആ കുട്ടിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പല തവണകളായിട്ടും പലപ്പോഴായിട്ടും വേണം നമ്മൾ കുട്ടികൾക്ക് ഇത്തരം ഇൻഫോർമേഷൻസ് കൊടുക്കാനായിട്ട്. എല്ലാ കാലഘട്ടത്തിലും സെൻസിറ്റീവാണ്, ഇന്ന് കുറച്ചുകൂടി സെൻസിറ്റീവാണ്. സോ അപമാനം, അതായത് ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് പല കുട്ടികൾക്കും താങ്ങാൻ പറ്റാറില്ല. അതൊരു ഡീപ്പ് ട്രോമയായിട്ട് പിൽക്കാലത്ത് മാറാറുമുണ്ട്. സോ അതുകൊണ്ട് ഒരിക്കലും ആരെയും, പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും തന്നെ സംസാരിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ നോർമലായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് അതിനെയൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിന്റെ ക്ലാസ്സിൽ നിന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഭാവിയിൽ ഒരിക്കൽ ഓപ്പോസിറ്റ് ജെൻഡറിൽ മറ്റൊരു പേരിൽ മറ്റൊരു വേഷവിധാനത്തിൽ നിന്റെ മുന്നിൽ വന്ന് നിന്നാൽ ആ കുട്ടിയെ ഒട്ടും വിഷമിപ്പിക്കാതെ വളരെ നല്ല രീതിയിൽ നോർമലായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നും ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ ലവും ലസ്റ്റും തമ്മിൽ എങ്ങനെ ഡിഫറൻസിയേഷൻ നടത്തണമെന്നും പറഞ്ഞു കൊടുക്കാം. അതായത് പല കുട്ടികളും ഈ ഒരു പ്രായത്തിലാണ് ലസ്റ്റിന് ലവ് ആയിട്ട് തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവാതിരിക്കാൻ എങ്ങനെ നമ്മൾ ചിന്തിക്കണം എന്നതിനെ പറ്റി കൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. നോളജ്, പവർ, സേഫ്റ്റി, റൈറ്റ്? അപ്പൊ നമ്മൾ കുട്ടികൾക്ക് അവരുടെ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ കുട്ടികൾ എല്ലാവരും നല്ല രീതിയിൽ വളർന്നു വരട്ടെ. എത്ര ചെറിയൊരു 2 വയസ്സ് കഴിഞ്ഞ കുഞ്ഞു മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ എല്ലാ കുട്ടികളും സേഫ് ആയിട്ടിരിക്കട്ടെ, അറിവുള്ളവരായിട്ട് വളരട്ടെ.